ഫ്രണ്ട്സ്, എൻ ടി പി സിയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള, അതായത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ ടി പി സിൻ്റെ അണ്ടറിലുള്ള ഒരു കമ്പനിയായിട്ടുള്ള ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണാം, എൻ ടി പി സി മൈനിങ് ലിമിറ്റഡിൻ്റെ ആണ് വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പറും കൂടെ കാണാം, NML 1/2024 എന്നാണ്. അപ്പോൾ ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളെ വിളിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല. ഇനീഷ്യലി 3 വർഷത്തേക്കാണ് നമ്മളെ നിയമിക്കുന്നത്. ആ 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാവുന്ന പോസ്റ്റുകളാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 50,000 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കുന്ന പോസ്റ്റാണ്. അപ്പം ഫിക്സ്ഡ് ടേം ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഒരു പെർമനൻറ്റ് പോലെ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിലും ഇവർക്ക് തന്നെ ഒരുപാട് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കാനാണ് സാധ്യത. അപ്പം ഇതിൽ നമുക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. മൈനിങ് ഓവർമാൻ, അതുപോലെ മാഗസിൻ ഇൻചാർജ്, മെക്കാനിക്കൽ സൂപ്പർവൈസർ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ദെൻ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ജൂനിയർ മൈൻ സർവേയർ ആൻഡ് മൈനിങ് സിർദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു രൂപരേഖയും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 64.2K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് 1 lakh നമുക്ക് എന്താണ് എത്താനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് വന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കയറിയിട്ട് കാണാവുന്നതാണ് കേട്ടോ. GDSൻ്റെയും അതുപോലെ ഇന്ത്യൻ നേവിയുടെയും ഒക്കെ നമുക്ക് അതുപോലെ തന്നെ NPCLൻ്റെയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പം ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടെ കാണാം, ഓരോന്നിൻ്റെയും വേക്കൻസി നിങ്ങൾക്ക് കൂടെ കാണാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേക്കൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേക്കൻസി നിങ്ങൾക്ക് കാണാം. ഓരോ പ്രൊജക്റ്റ് വൈസ് വേക്കൻസീസും ഓരോ പോസ്റ്റ് വൈസ് വേക്കൻസീസും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് SC ST OBC ജനറലൊക്കെ വേക്കൻസി ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എലിജിബിലിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും, മൈനിങ് ഓവർമാൻ അതുപോലെ മാഗസിൻ ഇൻചാർജ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മൈനിങ് എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടുകൂടി നിങ്ങൾക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ എന്തും കൂടെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ഓവർമാൻസിലുള്ള കമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോൾ ആൻഡ് വാലിഡ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതേപോലുള്ള കോഴ്സുകൾ ഈ മൈനിങ് എഞ്ചിനീയറുകൾ ആരെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനടുത്ത് മെക്കാനിക്കൽ സൂപ്പർവൈസറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മതി. ഓക്കെ, അപ്പോൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ് മാർക്ക് മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിരിക്കും. ഇതിലേതെങ്കിലും ഒന്നിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 60% മാർക്ക് കൊണ്ട് അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ജസ്റ്റ് പാസ് മാർക്ക് മതി. ഇത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഇതിനടുത്ത പോസ്റ്റും കൂടെ കാണാം, ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ പാടുണ്ട്, ജസ്റ്റ് ഡിപ്ലോമ മാത്രം പോരാ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് വേണം. ഈ പറയുന്ന കോമ്പറ്റൻസി ഓഫ് കവറിങ്, ഈ പറയുന്ന മൈനിങ് ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ കൂടെ കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മൈനിങ് ഓർ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടുകൂടി പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ, ഡിപ്ലോമ കഴിഞ്ഞവർക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് വാലിഡ് ആയുള്ള ഓവർമാൻ അല്ലെങ്കിൽ ഫോർമാൻ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി, അത് ഈ പറഞ്ഞിരിക്കുന്ന ഓവർമാൻ അല്ലെങ്കിൽ ഫോർമാനുള്ള കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വാലിഡ് ആയുള്ള ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 5 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും പാടെ ഈ പറയുന്ന വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് 30 വയസ്സ് കഴിയുകയും വേണം, പൂർത്തിയാവുകയും വേണം. 30 വയസ്സ് ലെസ് ദാൻ 30 ഇയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷൻ. ഇതിനടുത്ത് ജൂനിയർ മൈൻ സർവേയർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള മൈൻ സർവേ അല്ലെങ്കിൽ മൈനിങ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എന്താണ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 60% മാർക്കോട് ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന സർവേയിലുള്ള കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേക്കും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇതിനടുത്ത് മൈനിങ് സിർദാറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് എന്താണ് വാലിഡ് ആയിട്ടുള്ള മൈനിങ് സിർദാർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ വേക്കൻസി ഒക്കെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് വൈസ് വേക്കൻസീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ തരാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള. അപ്പം ആദ്യത്തെ കൂടെ മൈനിങ് ഓവർമാൻ അതിലെത്ര വേക്കൻസി ഉണ്ട്, ടോട്ടൽ നമുക്ക് 67 വേക്കൻസിയാണ്. ദെൻ പോസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണാം, മാഗസിൻ ഇൻചാർജ് ആണെങ്കിൽ 9 വേക്കൻസി. അങ്ങനെ ഓരോന്നിൻ്റെയും വേക്കൻസി കാണാം. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് 26, ദെൻ വൊക്കേഷണൽ ട്രെയിനിങ് അങ്ങനെ ഓരോന്നിൻ്റെ മെക്കാനിക്കലിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, മെക്കാനിക്കൽ സൂപ്പർവൈസർ ആണെങ്കിൽ 28, അങ്ങനെ ഓരോന്നിൻ്റെ ഇവിടെ വേക്കൻസികളൊക്കെ കൊടുത്തിട്ടുണ്ടാക്കുക നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് മിനിമം 18 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഓൺലൈനിൻ്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ 30 വയസ്സ് കഴിയാനും പാടില്ല. ഈ പോസ്റ്റ് ഒഴികെ കേട്ടോ, ഈ പറയുന്ന 5ാമത്തെ സീരിയൽ നമ്പറുള്ള വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ അതിൽ മിനിമം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പം 30 മുതൽ 40 കഴിയാനും പാടില്ല എന്നുള്ള കണ്ടീഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന 5ാമത്തെ സീരിയൽ നമ്പറായ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതിനൊക്കെ 18 to 30 ഏജ് ലിമിറ്റ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഇതിൻ്റെ സാലറി ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സീരിയൽ നമ്പർ 1 മുതൽ 6 വരെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന മൈനിങ് സർദാർ എന്ന് പറയുന്ന പോസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് മന്ത്ലി 50,000 രൂപ പെർ മന്ത് ലഭിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് അക്കോമഡേഷനും മറ്റു HRA കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന സീരിയൽ നമ്പർ 7 ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മൈനിങ് സർദാർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 40,000 പെർ മന്ത് ലഭിക്കുക കേട്ടോ. ദെൻ നിങ്ങൾക്ക് ഇതിൻ്റെ പീരീഡ് ഓഫ് എൻഗേജ്മെൻറ്റ്, അതായത് എത്ര വർഷം നമുക്ക് ജോലി ചെയ്യാന്നുള്ളത്, ഇനിഷ്യലി നമ്മൾ 3 വർഷത്തേക്കാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. അത് 2 വർഷം പാടെ എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രൊജക്റ്റിന് നമ്മുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന പോസ്റ്റുകളാണെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രോസസ്സാണ് ഇതിലേക്ക്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജ് ഉണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, പിന്നെ ഒന്ന് സ്കിൽ ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ജനറൽ നോളജ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് ട്രേഡ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ തന്നെ 120 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. 40 ക്വസ്റ്റ്യൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ജനറൽ നോളജ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ഈ പറഞ്ഞിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ദെൻ ബാക്കി 80 ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ അതായത് ട്രേഡ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് അടുത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന കാണിക്കാം. അതുപോലെ ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്റർ നമുക്ക് കേരളത്തിലൊന്നുമില്ല. റാഞ്ചി, ജാർഖണ്ഡ് നിങ്ങൾക്ക് കൂടെ കാണാം. ഭുവനേശ്വർ, ഒഡീഷ ഒക്കെയാണ് ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷനോട് പറയും. ഈ പറയുന്ന ഏത് പ്രൊജക്ട് സൈറ്റിൽ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ പ്ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് കൂടെ കാണാം. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 300 രൂപ അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് SC/ST കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല, എക്സ് സർവീസ്മാൻ ഇല്ല, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവർക്ക് ഫീ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് ഫീ ഇല്ല, ഫ്രീ ആയിട്ട് അപ്ലൈ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിടാം. നിങ്ങൾക്ക് പോയി എക്സാം എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം നിങ്ങൾ ആ സമയത്ത് ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് പോയി എക്സാം എഴുതാലോ. ഓക്കെ, അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇതിലെന്താണ് അപേക്ഷ ഫീസ് ഒന്നും ഉണ്ടാകും, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ. ബാക്കിയുള്ളവർക്ക് ഫീ ഉണ്ട്. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 17/7 മുതൽ നിങ്ങൾക്ക് August 5 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരിക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്കുള്ള NTPC മൈനിങ് ലിമിറ്റഡ് റിക്രൂട്ട്മെന്റ് എന്ന് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. നിങ്ങൾക്കൂടെ ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇവിടെ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പേജാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫ്രഷ് കാൻഡിഡേറ്റ്സ് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രഷ് കാൻഡിഡേറ്റ്സ് ആദ്യമായിട്ട് വരുന്നെങ്കിൽ ഫ്രഷ് കാൻഡിഡേറ്റ്സ് കൊടുക്കുക. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ് രണ്ടാമത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പോസ്റ്റാണെന്നുള്ള ആദ്യം സെലക്ട് ചെയ്യുന്നത്, പോസ്റ്റിലേക്കാണ് കൊടുക്കുന്ന വെച്ചാൽ നിങ്ങൾ അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പേര്, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ കാണാം, NML 1/2023 എന്ന് പറയുന്നത്. ഈ NML 1/2023 ആണ്. ഇപ്പം വിളിച്ചിരിക്കുന്നത് NML 1/2024 നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയാൻ കാണിക്കാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നോക്കാം നിങ്ങൾക്കൂടെ. NML 1/2024 അപ്പോൾ NML 1/2023 നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന 1/2023 അപ്ലൈ ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന 21/1/2024 ഇതിൻ്റെ ടെസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയവരും ആണെങ്കിൽ, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അവർക്കൊരു ചെറിയ പരിഗണന ഉണ്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ്, റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറൊക്കെ കൂടെ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആരും കൊടുത്തിരിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഈ സ്ഥലത്ത് നിങ്ങളത് അനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ നോ കൊടുക്കുക, ബാക്കി ഇമെയിൽ ID കൊടുക്കുക, ഇത് നമ്മൾ റീ എൻട്രി കൊടുക്കുക, ദെൻ പാസ്വേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്ത് പോയാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ അടുത്ത നിങ്ങൾക്ക് സിലബസ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഇതിൻ്റെ തന്നെ NMLൻ്റെ തന്നെ സിലബസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്